ചാണക്യവചനങ്ങൾ. രഹസ്യപരമായ കാര്യങ്ങൾ സൂര്യനും പിശാചും പോലും അറിയേണ്ടതില്ല. സ്നേഹം വളർത്തിയാൽ അവൻ ശത്രുവായിത്തീരും. അധികമായ സ്നേഹം പലപ്പോഴും നിങ്ങളുടെ കീഴിൽ നിന്നവർക്ക് ധൈര്യം നൽകും. വിദ്യാദാനം മഹാദാനം. വിദ്യ നൽകുന്നത് ഏറ്റവും വലിയ ദാനമാണ്. ശത്രുവിന് കുറച്ച് വീഴ്ചയുണ്ടായാൽ അവനോട് കരുണ കാണിക്കരുത്. ശത്രുവിനെ അകത്തുനിന്നും വീഴ്ത്തുക അവസരം ലഭിച്ചാൽ. ദുശ്ശീലനായ മകൻ നിന്നെ നശിപ്പിക്കും. അതിനേക്കാൾ മക്കളില്ലായ്മ നല്ലത്. കുപുത്രൻ കുടുംബത്തിനും പേരിനും നാശം വരുത്തും. പ്രഭുവിന്റെ രഹസ്യം ചൊല്ലരുത്. ശത്രുവിന്റെ ദൗർബല്യം മറക്കരുത്. ശ്രദ്ധയോടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്രായോഗികമായ പണം ശത്രുവിന്റെ കൈവശമുള്ളതുപോലെയാണ്. സമയത്ത് ഉപയോഗിക്കാത്ത ധനം അനാവശ്യമാണ്. വിദ്വാൻ എവിടെയും ആദരിക്കപ്പെടുന്നു. രാജാവ് സ്വന്തം രാജ്യത്ത് മാത്രം. ജ്ഞാനത്തിന് അതിരില്ല. താറുമാറായ രാജ്യം, കുപുത്രൻ, ദുഷ്ടഭാര്യ ഇതിലൊന്നുമായാൽ ജീവിതം ദുഃഖകരമാകും. തന്ത്രം അതിന്റെ സമയത്ത് പ്രയോഗിക്കണം. വൈകിയാൽ അത് പരാജയമാകും. മൗനം ഒരുപക്ഷെ മികച്ച പ്രതിരോധമാകാം. പ്രതിസന്ധിയിൽ ഒച്ചയല്ല, ശാന്തിയും ബുദ്ധിയുമാണ് പ്രതിരോധം. തന്ത നശിച്ചാലും തിരികെ നേടാം. എന്നാൽ മതം നശിച്ചാൽ അത് ഗുരുതരമാണ്. ആരെയും പൂർണ്ണമായും വിശ്വസിക്കരുത്. നല്ലവരും കാലം മാറുമ്പോൾ മാറാം. സ്നേഹവും ശത്രുതയും ഒരേപോലെ സൂക്ഷിച്ചു നടക്കണം. അരുതായ്മ കാത്ത് കാഴ്ചവെക്കുക, എന്നാൽ പച്ചക്കുറ്റം കാണിക്കരുത്. തന്ത്രം മാർഗം കൊണ്ട് പ്രവർത്തിക്കുക. നിത്യവും വിജ്ഞാനം ഒരുക്കുക. അത് ഒരിക്കലും തകർന്നു പോകില്ല. കോടതിയിലുള്ളവരുടെ പഴക്കുകൾ അറിഞ്ഞാൽ നീതി കൃഷിയാകും. ശ്രദ്ധയില്ലാതെ ചെലവാക്കുന്ന സമയം, പണം, വാക്ക് എല്ലാം നാശത്തിലേക്കാണ്. അറിയാതെ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മൗനമാണ്. സമയപരിധി മറന്നാൽ വിജയങ്ങൾ പോലും പരാജയമാകും. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ.